നമസ്കാരം പ്രിയമുള്ളവർ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇറാന്റെ ഒരു യുദ്ധ തന്ത്രം വിലയിരുത്തുമ്പോൾ അവരൊരിക്കലും ഫൈറ്റർ വിമാനങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. അത് നിർമ്മിക്കുന്നതിനുള്ള ഒരു ശ്രമം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. കാരണം നമുക്കറിയാം, ലോകത്തെ ഏറ്റവും കൂടുതൽ വിമാനങ്ങൾ തകർന്നു വീണ് ആളുകൾ കൊല ചെയ്യപ്പെടുന്ന ഒരു രാജ്യമാണ് ഇറാൻ. നമുക്ക് ഇറാനിൻ്റെ മുൻ പ്രസിഡന്റിനെ അറിയാം. അദ്ദേഹം മരിക്കുമ്പോൾ ഉപയോഗിച്ചിരുന്ന ഹെലികോപ്റ്റർ പോലും 30 വർഷം പഴക്കമുള്ള ഹെലികോപ്റ്ററായിരുന്നു. മിക്കപ്പോഴും ഉപരോധമുണ്ടാകുന്നതിന് മുമ്പൊക്കെ അമേരിക്കയോ റഷ്യയോ ഒക്കെ കൊടുത്ത വിമാനങ്ങളാണ്, ജെറ്റ് വിമാനങ്ങളും ഫൈറ്റർ വിമാനങ്ങളുമൊക്കെയാണ് ഇറാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നത്. കാരണം അന്താരാഷ്ട്ര തലത്തിലൊക്കെ യൂറോപ്പും അമേരിക്കൻ സഖ്യരാജ്യങ്ങളുമൊക്കെ ഇറാന് ഒരു ഉപരോധം ഏർപ്പെടുത്തുന്നത് കൊണ്ട് അവർക്ക് വിമാനങ്ങൾ നിർമ്മിക്കുന്നതിനായ ആവശ്യമായ സ്പെയർ പാർട്സുകൾ വാങ്ങുന്നതിനോ അല്ലെങ്കിൽ പഴയ വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനോ ഒന്നും കഴിയാറില്ല. അതുകൊണ്ട് തന്നെ അവർ ഫൈറ്റർ വിമാനങ്ങളുടെ നിർമ്മാണത്തിൽ ശ്രദ്ധിക്കുന്നില്ല. കാരണം അത് സംരക്ഷിക്കാനും അതിൻ്റെ നിർമ്മാണത്തിനും, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും കേടുപാടുകൾ, യുദ്ധത്തിലൊക്കെ കേടുപാടുകൾ വന്നാൽ അതിൻ്റെ സ്പെയർ പാർട്സുകൾ കിട്ടുവാനും ഒക്കെ വളരെ പ്രയാസകരമായതുകൊണ്ട് അവർ യുദ്ധത്തിന് വേറൊരു തന്ത്രമാണ് ഉപയോഗിക്കുന്നത്. ബാലിസ്റ്റിക് മിസൈലുകളും ഹ്രസ്വ ദീർഘദൂര മിസൈലുകളും നിർമ്മിക്കുക എന്നൊരു തന്ത്രമാണ് അവരിവിടെ പ്രായോഗികമാക്കുന്നത്. കാരണം അത് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുകയും ഫൈറ്റർ വിമാനങ്ങൾ ഉണ്ടാക്കുന്ന അത്രയും പൈസ ആവശ്യമില്ലാതിരിക്കുകയും ചെയ്യുന്നു. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഒരു ദിവസത്തെ ഇറാൻ്റെ എണ്ണ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിറ്റാൽ തന്നെ ഒരു മിസൈൽ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് യുദ്ധ പ്രതിരോധ വിദഗ്ധരൊക്കെ വിലയിരുത്തുന്നത്. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് കൂടുതൽ സൗകര്യപ്രദമാണ് ഇത്തരം മിസൈലുകൾ. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഏതൊരു ബേസ്മെൻറ്റിനെയും ആക്രമിക്കുവാൻ തക്കവണ്ണം ദീർഘദൂരങ്ങളായ മിസൈലുകൾ ഇറാന് വികസിപ്പിച്ചെടുക്കുവാൻ പറ്റിയിട്ടുണ്ട്. അത് സംരക്ഷിക്കുന്നതിന് വളരെ എളുപ്പമാണ്. പിന്നെ അത്യന്താധുനികമായ റഷ്യയുടെ തന്നെ സഹായത്തോടു കൂടി ഇറാൻ വികസിപ്പിച്ചെടുത്ത ചില പ്രതിരോധ സംവിധാനങ്ങളുണ്ട്, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. S-400 മുതലായ റഷ്യ തന്നെ സംഭാവന ചെയ്ത കുറേ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇത് വെച്ചിട്ട് അതിർത്തി കടന്നെത്തുന്ന ഏത് ശത്രു രാജ്യത്തിൻ്റെയും വിമാനങ്ങളെ അല്ലെങ്കിൽ മിസൈലുകളൊക്കെ പ്രതിരോധിക്കുവാൻ ഇറാന് കഴിയും. അതുകൊണ്ട് തന്നെ ഇറാൻ ഒരിക്കലും ജെറ്റ് വിമാനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല. കാരണം അത് വളരെ എക്സ്പെൻസീവ് ആണെന്ന ഒരു തിരിച്ചറിവ് അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർ എപ്പോഴും ശ്രദ്ധിക്കുന്നത് ദീർഘദൂര മിസൈലുകളുടെ നിർമ്മാണത്തിലാണ്. അത് ഏതു രാജ്യങ്ങളുടെയും ഏതു ശത്രു രാജ്യത്തിൻ്റെയും അവരുടെ ബേസിലേക്ക് കടന്നു ചെന്ന് അവർക്ക് നാശം വിതയ്ക്കുവാൻ കഴിയുന്ന വിധം ദീർഘദൂരങ്ങളായ ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ്റെ കൈവശമുണ്ട് എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. കാരണം അവർക്ക് ജെറ്റ് വിമാനങ്ങൾ അല്ലെങ്കിൽ ഫൈറ്റർ വിമാനത്തിലുള്ള അപാകത പരിഹരിക്കുവാൻ തക്ക വിധം അവർക്ക് അവരുടെ മിസൈൽ ശേഖരം ശക്തമാണ്. കാരണം ജെറ്റ് വിമാനങ്ങൾ അല്ലെങ്കിൽ ഫൈറ്റർ വിമാനങ്ങൾ ഇല്ലെങ്കിലും അവരതിൻ്റെ ഒരു അപാകത അവരുടെ മിസൈൽ സംവിധാനം കൊണ്ട് നികത്തുന്നു എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെയൊക്കെ റിപ്പോർട്ടുകൾ വരുന്നത്. കാരണം അവർക്ക് ഒരു അന്താരാഷ്ട്ര ഉപരോധമുള്ളത് കൊണ്ട്, അതിൻ്റെ സ്പെയർ പാർട്സുകളും മറ്റും ലഭിക്കുവാൻ പ്രയാസമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ തന്ത്രപ്രധാനമായ ഒരു യുദ്ധതന്ത്രം ഇറാൻ പുറത്തെടുക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന്, ഇറാൻ അതിൻ്റെ പ്രോക്സികളെ ഉപയോഗിച്ചുള്ള യുദ്ധമാണ് ഇപ്പോഴും ശക്തമാക്കി നിർത്തുന്നത് എന്നാണ്. കാരണം കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് റഷ്യയുടെ ചില മിസൈലുകളുടെ സാന്നിധ്യം ഇസ്രായേലിൽ ഹിസ്ബുള്ള വിക്ഷേപിച്ച മിസൈലുകളിൽ കാണുന്നു എന്നുള്ളതാണ്. കാരണം അപ്പോൾ ഇറാൻ കൂടുതൽ പ്രഹരശേഷിയുള്ള മിസൈലുകൾ ഹിസ്ബുള്ളയ്ക്ക് കൈമാറിയിട്ടുണ്ട് എന്ന രീതിയിലാണ് റിപ്പോർട്ടുകളൊക്കെ വരുന്നത്. നേരത്തെ ഉപയോഗിച്ചതിനേക്കാൾ കൂടുതൽ പ്രഹരശേഷിയുള്ള മിസൈലുകൾ ഹിസ്ബുള്ളയ്ക്ക് ലഭിക്കുന്നു എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം നേരത്തെ വളരെ ചെറിയ ചിലവ് കുറഞ്ഞ മിസൈലുകൾ ആണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ, അത് അയൺ ഡോമുകൾ തകർത്തു തരിപ്പണമാക്കിയിരുന്നെങ്കിൽ, ഇപ്പോൾ ഉപയോഗിക്കുന്ന മിസൈലുകളൊക്കെ ഏകദേശം കൃത്യമായി തന്നെ ലക്ഷ്യസ്ഥാനങ്ങളിൽ പതിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ബെൻഗുറിയൻ എയർപോർട്ട്, ഹൈവ മുതലായ ടൂറിസം കേന്ദ്രങ്ങൾ, കാർഷിക വ്യാവസായിക മേഖലകൾ എന്നിവയൊക്കെ ലക്ഷ്യമാക്കി ഹിസ്ബുള്ള വിക്ഷേപിക്കുന്ന മിസൈലുകൾ കൃത്യമായി തന്നെ പതിക്കുന്നുണ്ട് എന്ന് വാർത്തകൾ വ്യക്തമാക്കുന്നത് കൂടുതൽ പ്രഹരശേഷിയുള്ള മിസൈലുകൾ എത്തിയിട്ടുണ്ട് എന്നാണ് ഹിസ്ബുള്ളയുടെ കൈവശം. മറ്റൊന്ന്, ലെബനനിലേക്ക് ഇറാൻ സൈന്യം കടക്കുന്നു എന്ന രീതിയിലൊക്കെ വാർത്തകൾ പുറത്തു വരുന്നു. കാരണം ലെബനൻ അതിർത്തി കടന്ന് ഇറാൻ സൈന്യം ഹിസ്ബുള്ളയ്ക്കും ലബനാനിലെ പ്രതിരോധ സംഘടനകൾക്കും ഒപ്പം ചേർന്ന് ഒരു കരയുദ്ധത്തിന് ഇസ്രായേൽ ഒരുപക്ഷെ ലബനിലോട്ട് കടന്നു വന്നാൽ അവരെ നേരിടുന്നതിന് ലബനനിലേക്ക് ഇറാൻ സേന കടക്കുന്നതായുള്ള റിപ്പോർട്ടുകളുമൊക്കെ വരുന്നുണ്ട്. തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ജയ് ഹിന്ദ്.